ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമുക്കിന്ന് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ചോദ്യങ്ങളും തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ എന്നാണ്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകതയാണ് ജൂലൈ 28 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 28. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഈ ഡേ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? WHO ആണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലൻഡ്. ആരാണ് അതിന്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്? ഡോക്ടർ ടെഡ്രോസ് അഡ്നോം ആണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്, അല്ലെ? ടെഡ്രോസ് അഡ്നോം. എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? HQ എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡിലാണ്. ഇത് ഡയറക്ടർ ജനറൽ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ എന്ന് പറയുന്നത് ജൂലൈ 28. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ഫ്രീ ഫ്യൂച്ചർ എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. ഹെപ്പറ്റൈറ്റിസ് രഹിത ഭാവി എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. ഹെപ്പറ്റൈറ്റിസ് ഫ്രീ ഫ്യൂച്ചർ എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. ഇനി ഇത് ആദ്യമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് എന്നാണ്? ആദ്യമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് 28 ജൂലൈ 2011. അപ്പോൾ 2011 മുതലാണ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇത് ആദ്യമായിട്ട് ആചരിക്കുവാൻ വേണ്ടി തുടങ്ങിയത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ 8 പൊതുജന ആരോഗ്യ യജ്ഞമുണ്ട്. 8 പൊതുജന ആരോഗ്യ യജ്ഞമുണ്ട്. അതിൽ ഒന്നാണ് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ലോക എയ്ഡ്സ് ദിനം, അതുപോലെ തന്നെ ലോക പുകയില വിരുദ്ധ ദിനം, ഇങ്ങനെ 8 യജ്ഞങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഏത്? വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ എന്ന് പറയുന്നത്. അതുപോലെ ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിൽ 5 വകഭേദങ്ങളാണ്. ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E അങ്ങനെ 5 വകഭേദങ്ങളാണുള്ളത്, അല്ലേ? അതിൽ ഏറ്റവും മാരകമായിട്ടുള്ളത് ഏതൊക്കെയാണ്? ബിയും സിയും. ഈ ബിയും സിയുമാണ് ഏറ്റവും ഹെപ്പറ്റൈറ്റിസ് ബിയും അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സിയുമാണ് മരണത്തിന് തന്നെ വരെ കാരണമാകുന്ന 2 വകഭേദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതെന്തായിരുന്നു? വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ എന്നാണ് ജൂലൈ 28. അപ്പോൾ ജൂലൈ 28 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ജൂലൈ 28. ഇനി അടുത്ത ചോദ്യം, ഈ ദിവസത്തെ മറ്റൊരു പ്രത്യേകതയാണ് വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ. വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേയും ജൂലൈ 28. അപ്പോൾ വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ എന്ന് പറയുന്നതാണ് ജൂലൈ 28. അപ്പോൾ വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ എന്ന് പറയുന്നത് ലോക പ്രകൃതി സംരക്ഷണ ദിനമാണ്, അല്ലെ? ലോക പ്രകൃതി സംരക്ഷണ ദിനം. പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ജൂലൈ 28. നേച്ചർ കൺസർവേഷൻ ഡേ എന്നാണ് അറിയപ്പെടുന്നത്. നേച്ചർ കൺസർവേഷൻ ഡേ എന്നാണ് പ്രകൃതി സംരക്ഷണ ഡേ അറിയപ്പെടുന്നത്. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. അടുത്ത ചോദ്യം ഇതാണ്, ദേശീയ അന്വേഷണ ഏജൻസി NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി രൂപം കൊണ്ട വർഷം എന്നുള്ളതാണ് ചോദ്യം. 2009. അപ്പൊ 2009 നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലെങ്കിൽ NIA രൂപം കൊണ്ടത്. ദേശീയ അന്വേഷണ ഏജൻസി എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പ്രമാദമായിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ കേസ് അന്വേഷിക്കുന്നത് ആരാണ്? ദേശീയ അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA ആണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കേസുകളും അന്വേഷിക്കുന്നത് NIA ആണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണ് NIA വരുന്നത്. അപ്പോൾ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഡൽഹിയാണ്. അപ്പോൾ ഡൽഹിയാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണ് NIA വരുന്നത്. ഇതിന്റെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ഒരു മലയാളിയായിരുന്നു, രാധാ വിനോദ് രാജു ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, NIA ആദ്യത്തെ മലയാളിയായ ഡയറക്ടർ ജനറൽ ആരാണ്? രാധാ വിനോദ് രാജു. അപ്പോൾ NIA മലയാളിയായിട്ടുള്ള ആദ്യത്തെ ഡയറക്ടർ ജനറൽ എന്ന് പറഞ്ഞാൽ രാധാ വിനോദ് രാജു. ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് YC മോഡിയാണ്. അപ്പോൾ NIA ദേശീയ അന്വേഷണ ഏജൻസിയായ NIA ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? YC മോഡി. അപ്പോൾ എന്റെ ചോദ്യം ഇതായിരുന്നു, ദേശീയ അന്വേഷണ ഏജൻസി രൂപം കൊണ്ട വർഷം 2009. നമുക്കറിയാം, ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമായതുകൊണ്ടാണ് ഇതിപ്പോൾ ഇവിടെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ കാലഘട്ടത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി രൂപം കൊണ്ടിരിക്കുന്നത് 2009. ഇതിന്റെ മലയാളിയായിട്ടുള്ള ആദ്യ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് രാധാ വിനോദ് രാജു ആണ്. ഇപ്പോഴത്തെ ഡയറക്ടർ ആരാണ്? YC മോഡി. ഇനി അടുത്ത ചോദ്യം, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജകുടുംബത്തിന്റെ അവകാശം അംഗീകരിച്ചുകൊണ്ട്
സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏത് കേരളീയന്റെ കൃതിയാണ്? അപ്പം നമ്മുടെ ഒരു കേരളീയന്റെ ഒരു കൃതി ഈ സുപ്രീം കോടതിയുടെ വിധിയിൽ പരാമർശിച്ചുകൊണ്ട് ഉണ്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രാജകുടുംബത്തിന്റെ അവകാശം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധിയിൽ നമ്മുടെ ഒരു മലയാളിയുടെ ഒരു കൃതി അതിൽ പരാമർശിക്കപ്പെട്ടിരുന്നു. ആരുടെ കൃതിയാണ് എന്നുള്ളതാണ് ചോദ്യം. VP മേനോനാണ്. അപ്പോൾ VP മേനോന്റെ കൃതിയാണ്. ഏതാണ് കൃതി? ദ സ്റ്റോറി ഓഫ് ദ ഇന്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കൃതിയുടെ ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ ഈ വിധിയിൽ. അപ്പോൾ VP മേനോന്റെ ദി സ്റ്റോറി ഓഫ് ദ ഇന്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു കൃതിയെ പറ്റിയാണ് ഇതിനകത്ത് പരാമർശിച്ചിരുന്നത്. അപ്പോൾ VP മേനോൻ എന്ന് പറഞ്ഞൊരു കേരളീയനാണ്. അപ്പോൾ VP മേനോനെ പറ്റി പറയുമ്പോൾ ഗവർണറായ ആദ്യ മലയാളി കൂടിയാണ് അദ്ദേഹം. ഒഡീഷയിലെ ഗവർണറാണ്. അപ്പോൾ ഒഡീഷയിൽ ആദ്യമായിട്ടൊരു മലയാളി ഗവർണർ വന്നു. ഗവർണറായ ആദ്യ മലയാളി കൂടിയാണ് VP മേനോൻ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഗവർണറായ ആദ്യ മലയാളി ആരാണ്? VP മേനോൻ. എവിടെയാണ്? ഒഡീഷയിലാണ്. ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത് വാപ്പാല പങ്കുണ്ണി മേനോൻ. അപ്പോൾ വാപ്പാല പങ്കുണ്ണി മേനോൻ, V എന്ന് പറഞ്ഞാൽ വാപ്പാല പങ്കുണ്ണി മേനോൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അപ്പോൾ VP മേനോന്റെ മുഴുവൻ പേര് എന്ന് പറഞ്ഞാൽ വാപ്പാല പങ്കുണ്ണി മേനോൻ എന്നാണ്. ഇദ്ദേഹം ഗവർണർ ആയിട്ടുള്ള ആദ്യ മലയാളി കൂടിയാണ്. എവിടെയാണ്? ഒഡീഷയിലാണ്. അപ്പോൾ എന്റെ ചോദ്യം ഇതായിരുന്നു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജകുടുംബത്തിന്റെ അവകാശം അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ പരാമർശിക്കപ്പെട്ടുള്ളത് ഏത് കേരളീയന്റെ കൃതിയാണ്? VP മേനോൻ. വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന് പറയുന്ന VP മേനോന്റെ കൃതിയാണ് ഇതിൽ പരാമർശിച്ചിരുന്നത്. ഏതാണ് ആ കൃതി? ദ സ്റ്റോറി ഓഫ് ദ ഇന്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അപ്പോൾ ഇത് ആരുടെ കൃതിയാണ്? VP മേനോന്റെ കൃതിയാണ്. അപ്പോൾ ഇദ്ദേഹം ആദ്യ ഗവർണർ, മലയാളിയായിട്ടുള്ള ആദ്യ ഗവർണർ കൂടിയാണ് ആര്? VP മേനോൻ എന്ന് പറയുന്നത് അല്ലെ. വാപ്പാല പങ്കുണ്ണി മേനോൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി, നിംസ് മെഡിസിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നൽകുന്ന APJ അബ്ദുൽ കലാം പുരസ്കാരത്തിന്റെ അർഹനായത് ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആർക്കാണ് ഇപ്പോൾ APJ അബ്ദുൽ കലാം അവാർഡ് ഈ കഴിഞ്ഞ ദിവസം ലഭിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഈ APJ അബ്ദുൽ കലാം പുരസ്കാരം നൽകുന്നത് ആരൊക്കെയാണ്? നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയും അതുപോലെ നിംസ് മെഡിസിറ്റിയാണ്. ഇത് ലഭിച്ചത് VSSCയുടെ ഇപ്പോഴത്തെ ഡയറക്ടറായ S സോമനാഥിനാണ്. അപ്പോൾ S സോമനാഥിനാണ് APJ അബ്ദുൽ കലാം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇത് ആരാണ് കൊടുത്തിരിക്കുന്നത്? നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയും നിംസ് മെഡിസിറ്റിയും. അപ്പോൾ VSSCയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ആരാണ്? S സോമനാഥ്. അപ്പോൾ S സോമനാഥാണ് VSSCയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ. ലഭിച്ച പുരസ്കാരം ഏതാണ്? APJ അബ്ദുൽ കലാം പുരസ്കാരം. ഇനി അടുത്ത ചോദ്യം. നമ്മുടെ കേരള സർക്കാർ ആരംഭിക്കാൻ പോകുന്ന ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ. അപ്പോൾ ആത്മഹത്യക്കെതിരെ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി കേരള സർക്കാർ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ആ ക്യാമ്പയിന്റെ പേരാണ് ജീവരക്ഷ. അപ്പോൾ ജീവരക്ഷ എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ. അപ്പോൾ ഈ പദ്ധതികൾ പ്രത്യേകം ഓർക്കുക. എന്താണ് ജീവരക്ഷ എന്ന് പറഞ്ഞാൽ? നമ്മുടെ കേരള സർക്കാർ ആരംഭിക്കാൻ പോകുന്ന ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിനാണ്. അതായത് മനുഷ്യരിൽ, നമ്മുടെ ആൾക്കാരിലുള്ള ആത്മഹത്യയുടെ പ്രവണത കുറയ്ക്കുവാൻ വേണ്ടി, അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി, അതിനൊരു അവയർനെസ് കൊടുക്കുവാൻ വേണ്ടി ഒരു ക്യാമ്പയിനാണ് ജീവരക്ഷ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം. UN-ന്റെ ചീഫ് യൂത്ത് അഡ്വൈസറി ഗ്രൂപ്പ് ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൽ അംഗമായ ഇന്ത്യക്കാർ. അപ്പോൾ UN-ന്റെ അന്റോണിയോ ഗുട്ടറസ് ഒരു പുതിയ നിയമനം നടത്തിയിട്ടുണ്ട്. അവർ ഒരു പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ചീഫ് യൂത്ത് അഡ്വൈസറി ഗ്രൂപ്പ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൽ യൂത്ത് അഡ്വൈസറി ഗ്രൂപ്പ് അവർ ഇപ്പോൾ നിയമിച്ചിരിക്കുകയാണ്. അതിലൊരു ഇന്ത്യക്കാരിയെ നിയമിച്ചിട്ടുണ്ട്. ഒരു 7 അംഗങ്ങൾ ചേർന്ന ഒരു പാനലാണ്. അതിലൊരു ഇന്ത്യക്കാരിയുണ്ട്. ആ ഇന്ത്യക്കാരിയുടെ പേരാണ് അർച്ചന സോറങ്. അപ്പോൾ അർച്ചന സോറങ്ങിനെയാണ് ഇപ്പോൾ അന്റോണിയോ ഗുട്ടറസ് അതിലേക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഏതാണ് ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? ചീഫ് യൂത്ത് അഡ്വൈസറി ഗ്രൂപ്പ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ചീഫ് യൂത്ത് അഡ്വൈസറി ഗ്രൂപ്പ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇത് UN-ന്റെ ഒരു പോഷക സംഘടനയാണ്. അപ്പോൾ അതിന്റെ ആ ഒരു ഗ്രൂപ്പിലേക്ക് 7 അംഗങ്ങൾ വരുന്ന ഒരു പാനലിലേക്ക് ഒരു ഇന്ത്യക്കാരിയെ കൂടി അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഇന്ത്യക്കാരി അർച്ചന സോറങ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ആ ഗ്രൂപ്പിനകത്ത്. അപ്പോൾ 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള പ്രായത്തിനടുത്തുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്ന് 7 രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് ഇതിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യക്കാരിയായിട്ട് വന്നിരിക്കുന്നത് അർച്ചന സോറങ് ആണ്. ഇനി UN-നെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. ന്യൂയോർക്കാണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ മുഴുവൻ ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ഏഴിമലയാണ്, കണ്ണൂർ ജില്ലയാണ് അതിന്റെ ആൻസർ. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി എന്ന് പറയുന്നത് ഏഴിമല, കണ്ണൂർ ജില്ലയിലാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ, ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ അറിയിക്കുന്നു. ഇന്നത്തെ ചോദ്യം ഇതാണ്. കാർഗിൽ യുദ്ധത്തിൽ കരസേനയും വ്യോമസേനയും നടത്തിയ ഓപ്പറേഷൻ ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 2 ചോദ്യങ്ങളുണ്ട്. കാർഗിൽ യുദ്ധത്തിൽ കരസേനയും
വ്യോമസേനയും നടത്തിയ ഓപ്പറേഷൻ ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. അതോടൊപ്പം ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. ഈ ചാനൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിവസേനയുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ എല്ലാ ദിവസവും ഈ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.